Good morning, dear students. Today we discuss the chapter Unit 5, Chapter 9, Vocabulary and Grammar for Academic Writing. First one, revising words and sentences. When you are writing something, you are making a permanent impression. It is therefore necessary to take extra care to avoid mistakes in your writing. When we are writing something, we should care about our mistakes, and also it is very important in academic writing. You know, there are 3 steps we have studied before. First one, pre-writing, writing and revising. The last step is rewriting. It is the editing stage of our writing. Then it is the editing or revising stage that you remove unnecessary words and expressions and make a sentence and paragraphs clear and effective. അതായത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കാദമിക് റൈറ്റ്, അതായത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുക, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത് ലാസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ഇൻ ഓർഡർ ടു മേക്ക് യുവർ പാരഗ്രാഫ്സ് എഫക്റ്റീവ് യു നീഡ് ടു ഡു ദ ഫോളോയിങ്. ഇനി നമുക്ക് എഴുതുന്ന കാര്യം എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് കെയർ അബൌട്ട് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, എൻഷുർ ദാറ്റ് യുവർ വൊക്കാബുലറി ഈസ് അപ്രോപ്രിയേറ്റ് യുവർ പർപ്പസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ പദങ്ങൾ വളരെ നിങ്ങൾ എഴുതുന്ന കാര്യത്തിന് അനുയോജ്യമാണെന്നൊരു ബോധം നമുക്ക് വേണം. സെക്കൻഡ് വൺ, അവോയ്ഡ് യൂസിങ് കോൺവെർസേഷൻ സ്റ്റൈൽ ആൻഡ് കൊളോക്കിയൽ സ്ലാങ് എക്സ്പ്രഷൻസ്. ആവശ്യമില്ലാത്ത കൊളോക്കിയലായ നാട്ടുഭാഷകളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അക്കാദമിക് റൈറ്റിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ല. തേർഡ് വൺ, ഡൈവേഴ്സിഫൈ യുവർ സെൻറ്റൻസസ്. യൂസ് സെൻറ്റൻസ് വാരിയിങ് ഇൻ ലെങ്ത്, വേർഡ്, ഓർഡർ ആൻഡ് ടൈപ്പ്. സെൻറ്റൻസുകൾ ഓർഡർ അനുസരിച്ച്, ടൈപ്സ് അനുസരിച്ച്, അതിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ എഴുതണം. നെക്സ്റ്റ് വൺ, എലിമിനേറ്റ് റിഡൻഡൻറ്റ് എക്സ്പ്രഷൻസ് ആൻഡ് അവോയ്ഡ് വേർഡി സെൻറ്റൻസ്. ആവശ്യമില്ലാത്ത അനാവശ്യമായ ഒരു എക്സ്പ്രഷൻസും നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ, യൂസ് പാരലലിസം. ഒരേപോലെയുള്ള വിഭാഗങ്ങൾ, അതായത് ഗ്രാമർ സ്ട്രക്ചർ ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ ദ ടെൻസ്. അതായത് ടെൻസുകൾ വളരെയൊന്ന് ശ്രദ്ധിക്കണം. തുടങ്ങുന്നത് ഏത് ടെൻസിലാണോ ആ ടെൻസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് അവസാനിപ്പിക്കുന്നത്. ഇൻ ഓർഡർ ടു മേക്ക് യുവർ പാരഗ്രാഫ്സ് എഫക്റ്റീവ് യു നീഡ് ദ ഫോളോയിങ്. അതായത് നിങ്ങളുടെ പാരഗ്രാഫ് എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ താഴെ പറയുന്ന ഈ ഓരോ പോയിന്റ്സ് വളരെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, എൻഷുർ ദാറ്റ് യുവർ വൊക്കാബുലറി ഈസ് അപ്രോപ്രിയേറ്റ് ടു യുവർ പർപ്പസ്. അതായത് നിങ്ങൾ എഴുതുന്ന വാക്കുകൾ നിങ്ങൾ എഴുതുന്ന സംഭവത്തിന് അനുയോജ്യമാണെന്നൊരു ബോധം നിങ്ങൾക്ക് വേണം. നെക്സ്റ്റ് വൺ, അവോയ്ഡ് യൂസിങ് കോൺവെർസേഷൻ സ്റ്റൈൽ ആൻഡ് കൊളോക്കിയൽ സ്ലാങ് എക്സ്പ്രഷൻ. അതായത് നാട്ടുഭാഷകളോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷകളൊന്നും അക്കാദമിക് റൈറ്റിങ്ങിന് അനുയോജ്യമല്ല. നെക്സ്റ്റ് വൺ, ഡൈവേഴ്സിഫൈ യുവർ സെൻറ്റൻസ്. യൂസ് സെൻറ്റൻസ് വാരിയിങ് ഇൻ ലെങ്ത്, വേർഡ്, ഓർഡർ ആൻഡ് ടൈപ്പ്. അത് നമ്മൾ എഴുതുന്ന ഓരോന്നിൻ്റെ ലെങ്ത്, അതിൻ്റെ ഓർഡർ, ടൈപ്സ് ഒക്കെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, എലിമിനേറ്റ് റിഡൻഡന്റ് എക്സ്പ്രഷൻ ടു അവോയ്ഡ് വേർഡി സെൻറ്റൻസ്. ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻസ് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അക്കാദമിക് റൈറ്റിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ, യൂസ് പാരലലിസം. അതായത് ഒരേപോലെയുള്ള ഗ്രാമർ സ്ട്രക്ചർ ഉപയോഗിക്കുക. അടുത്തത്, മെയിൻറ്റെയിൻ ദ ടെൻസ്. അതായത് ഏത് ടെൻസിലാണോ നമ്മളത് തുടങ്ങിയത് ആ ടെൻസിൽ തന്നെ നമ്മളത് അവസാനിപ്പിക്കണം. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, റിമൂവ് വീക്ക് ഫ്രേസസ് ആൻഡ് യൂസ് സ്ട്രോങ് വെർബ്സ്. അതായത് വീക്ക് ഫ്രേസുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രോങ് വെർബ്സ് ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, academic word list. It is very important one, and you write this and all of you underline this because മിക്കവാറും എന്താണ് ഈ AWL, അതായത് അക്കാദമിക് വേർഡ് ലിസ്റ്റിൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, വാട്ട് യു മീൻ ബൈ AWL എന്ന്. The high frequency words in academic words in English language are referred to as academic word list. The high frequency words that use in English language is referred to as academic word list. നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഹൈ ഫ്രീക്വൻസി വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുക, AWL അല്ലെങ്കിൽ അക്കാദമിക് വേർഡ് ലിസ്റ്റ് എന്ന്. Different dictionaries like Oxford Advanced Learners Dictionary and Cambridge Learners Dictionary have brought out their own list of frequently found words in academic text. ഡിഫറെൻറ്റ് ഡിക്ഷണറികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ AWL വേർഡുകൾ ഒരുപാട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അവറിൽ കോക്സ്ഹെഡ് ഫ്രം വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓഫ് വെല്ലിംഗ്ടണിലെ വിക്ടോറിയ യൂണിവേഴ്സിറ്റി അവറിൽ കോക്സ് ഹില്ലാണ്
ന്യൂ ഏർലിയസ്റ്റ് കമ്പൈലേഴ്സ് AWL, അവളാണെന്ത് ഏറ്റവും പുതിയതായിട്ട് AWL അതായത് അക്കാദമിക് വേർഡ് ലിസ്റ്റിലെ പുതിയ കുറേ വേർഡുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ആഫ്റ്റർ എക്സാമിനിങ് പേപ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ഷീ കെയിം അപ്പ് വിത്ത് 570 ന്യൂ ഹെഡ് വേർഡ്സ്. അവൾ കുറേ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം 570 പുതിയ അക്കാദമിക് വേർഡ് ലിസ്റ്റ് അതായത് അതിൽ ഉൾപ്പെടുന്ന വേർഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഫോർ എക്സാമ്പിൾ അപ്രോച്ച്, ഏരിയ, അസസ്മെൻറ്റ്, അസ്യൂം. Then next one, words and phrases to be avoided in academic writing. അക്കാദമിക് റൈറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ വേർഡുകളുണ്ട്. അതാണ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ബി അവോയ്ഡ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്. ഫോർ എക്സാമ്പിൾ കോൺട്രാക്റ്റഡ് ഫോംസ്, ക്യാൻറ്റ്, ഈസ് ഇൻ, ഡസ് ഇൻ, വോണ്ട്. വി കനോട്ട് യൂസ് can, is in, does not, won't in academic writing. We can use only cannot, is not, does not, would not. Next one, discourse markers. In linguistics, the term discourse refers to a unit of language longer than a sentence. Discourse means a unit of language longer than a sentence. ഒരു സെന്റൻസിനേക്കാൾ വലിയ ഒരു ലാംഗ്വേജിന്റെ യൂണിറ്റിന് നമുക്ക് എന്ത് പറയാം? We can say it's a discourse. A discourse may be short as a conversation consisting 3 or 4 utterances. We can say we make some utterance it is considered as a discourse. And as long as a lengthy piece of writing like a novel, ഒരു നോവൽ പോലെ ഡിസ്കോഴ്സ് വലുതുണ്ട്, വളരെ ചെറിയതുമുണ്ട്. Then discourse marker means words and expressions used to connect one discourse to another. Words and expressions used to one discourse to another is known as discourse markers. Words and expressions used to one discourse to another is known as discourse markers. They are also called sentence connectors, linking words, linking phrases, the transition signals. Then next one, completeness of sentences. ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് അത് പരിപൂർണമാകുന്നത് എന്നാണ്. A sentence is defined a set of words that contain subject, verb and a complete idea. Underline, all of you underline is a sentence means a subject, a verb and a complete idea. It is the basic unit of a language. Sentence is the basic, ഒരു യൂണിറ്റിൻ്റെ ലാംഗ്വേജിൻ്റെ ബേസിക് യൂണിറ്റ് ആണെന്ത് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. A sentence starts with a capital letter and ends with a period, exclamation point or question mark. A sentence starts with a capital letters and ends with a period means full stop, exclamation mark or question mark. ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, അത് അവസാനിക്കുന്നത് ഒന്നുകിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അല്ലെങ്കിൽ അത്ഭുത ചിഹ്നം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത്. An independent clause or a group of words that can stand alone as an independent thought. Independent clause, ഒരു സെൻറ്റൻസിൽ രണ്ട് ഭാഗമുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും. അതിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് തോട്ട്. സ്വന്തമായിട്ടൊരു ചിന്ത, അതായത് സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള ഒരു കൂട്ടം വാക്കുകളെ നമുക്ക് എന്ത് പറയാം? അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്, ഒരു സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് ഭാഗമായിരിക്കും എന്ത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഡസ് നോട്ട് മേക്ക് എ കംപ്ലീറ്റ് സെൻറ്റൻസ്, ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് അലോൺ. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് കനോട്ട് സ്റ്റാൻഡ് അലോൺ. അതിനെന്തില്ല? സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് നിലനിൽക്കുന്നത്? ഡിപ്പെൻഡൻറ്റ് ക്ലോസ് നിലനിൽക്കുന്നത്. Like independent clause, dependent clause is a set of words containing subject and verb. Independent clause പോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് എന്തുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. പക്ഷേ ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് അലോൺ, സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. നെക്സ്റ്റ് വൺ, ഡൈവേഴ്സിഫൈ സെൻറ്റൻസസ്. വ്യത്യസ്ത വിഭാഗത്തിലുള്ള സെൻറ്റൻസുകൾ. ഇൻ അക്കാദമിക് റൈറ്റിംഗ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. സിമ്പിൾ, കോമ്പൗണ്ട്, complex and compound complex. Simple, compound, complex, compound complex. In order to include sentences different lengths, this would help you to avoid monotony and give emphasize wherever required. ഇത് നിങ്ങൾക്ക് മനസ്സിലായ എന്താണ്? നിങ്ങൾക്ക് എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി എന്താണ് സിമ്പിൾ സെൻറ്റൻസ്? വാട്ട് യു മീൻ ബൈ സിമ്പിൾ സെൻറ്റൻസ്? സിമ്പിൾ, വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. സിമ്പിൾ സെൻറ്റൻസിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടായിരിക്കുക. അതായത്
സബ്ജക്റ്റ്, വെർബ് ആൻഡ് എ കംപ്ലീറ്റ് തോട്ട്. അതിനാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുക. ഒരു ഇൻഡിപെൻഡൻറ്റ് തോട്ടാണ് എന്ത് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും. വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഈസ് നോൺ ആസ് സിമ്പിൾ സെൻറ്റൻസ്. എ സബ്ജക്റ്റ്, വെർബ് ആൻഡ് എ കംപ്ലീറ്റ് തോട്ട്. നെക്സ്റ്റ് വൺ കോമ്പൗണ്ട് സെൻറ്റൻസ്. ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഓർ സിമ്പിൾ സെൻറ്റൻസ്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? കോമ്പൗണ്ട് ക്ലോസ് എന്ന് പറയാം. ഇനി കോംപ്ലക്സ് ക്ലോസ്, വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് വൺ ഓർ മോർ ഡിപെൻഡൻറ്റ് ക്ലോസ്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, വൺ ഓർ മോർ ഡിപെൻഡൻറ്റ് ക്ലോസ്. ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ക്ലോസും ഒന്നോ അതിലധികമോ ഡിപെൻഡൻറ്റ് ക്ലോസ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഒന്നോ അതിലധികമോ ഡിപെൻഡൻറ്റ് ക്ലോസ്. നെക്സ്റ്റ് വൺ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ടു ഓർ മോർ ഡിപെൻഡൻറ്റ് ക്ലോസ്. ഒന്നോ അതിലധികമോ നോട്ട് ഡിപെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഒന്നോ ടു ഓർ മോർ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും അതുപോലെ തന്നെ വൺ ഓർ മോർ ഒന്നോ അതിലധികമോ ഡിപെൻഡൻറ്റ് ക്ലോസും. അതിന് നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. 4 വിഭാഗമാണ് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. നെക്സ്റ്റ് വൺ ഫ്രാഗ്മെന്റ്സ്. A typical error found in students writing in the use of fragments. A fragment is an incomplete sentence. Underline, all of you underline it. A fragment is an incomplete sentence or disconnected piece of a main clause. Main clause inde ഒരു disconnected piece നെ നമുക്ക് എന്ത് പറയാം? fragment. fragment അങ്ങനെയുള്ള സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അതാണ് a fragment is an incomplete sentence or a disconnected piece of a main clause. The incompleteness of a fragment may be caused by a missing subject or verb. ഇങ്ങനെ ചിലപ്പോൾ എന്താണ്? The missing a subject or verb, it is a incompleteness of a sentence. ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ടാവില്ല, വെർബ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സെൻറ്റൻസിന് നമുക്ക് എന്ത് പറയാം? ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റും വെർബും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ വെർബ് ഓൾസോ സിംഗുലർ, ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ വെർബ് ഓൾസോ പ്ലൂരൽ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ കൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ടെൻസസ്, അതായത് ടെൻസുകളുടെ സ്ഥിരമായ ആവശ്യമില്ലാത്ത ഉപയോഗം എന്നാണ്. ടു മെയിൻറ്റെയിൻ ലോജിക്കൽ സീക്വൻസ് ആൻഡ് റീഡബിലിറ്റി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് ടെൻസസ് കൺസിസ്റ്റൻറ്റ് യുവർ ഫോമൽ റൈറ്റിംഗ് അസ്. നമ്മൾ എന്ത് ചെയ്യണം? ടെൻസുകൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. വെൻ യു റീഡ് എ നോവൽ ഓർ എ സ്റ്റോറി യു മേ കം അക്രോസ് ആൻ ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ടെൻസ് പാറ്റേൺ. നമ്മൾ നോവലോ സ്റ്റോറിയൊക്കെ വായിക്കുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് എ ടെൻസിന്റെ അനാവശ്യമായ ഉപയോഗം. ബട്ട് സച്ച് യൂസ് ഓഫ് ടെൻസ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ പുവർ റൈറ്റിംഗ്. അങ്ങനെ എഴുതുന്ന ടെൻസ്, അങ്ങനെയുള്ള എഴുത്തിനെ നമ്മൾ എന്താ പറയുക? പുവർ റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വി ഷുഡ് കെയർ അബൌട്ട് അവർ ടെൻസസ്. ലാസ്റ്റ് വൺ അവോയ്ഡിങ് വേർഡ്നെസ്. അവോയ്ഡിങ് വേർഡ്നെസ്. When you try to transfer your thought and ideas into writing, you may not always be economic in your use of words. നമ്മൾ എന്താവില്ല? എക്കണോമിക്കൽ വേർഡുകൾ അത്ര കൃത്യമായിട്ട് എഴുതില്ല. That is, you may be required to eliminate a number of words from a ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അതുകൊണ്ട് എന്താണ്? വി വാണ്ട് ടു എലിമിനേറ്റ് എ നമ്പർ ഓഫ് വേർഡ്സ് ഫ്രം അവർ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ മീനിങ് ഓഫ് യുവർ വർക്ക്. അതായത് നമ്മളൊരു കാര്യം എഴുതിയിട്ട് എന്താണ്, അത് വായിച്ച് നോക്കിയതിന് ശേഷം ലാസ്റ്റ് ആ റിവൈസിങ് സ്റ്റെപ്പിൽ ഒരുപാട് വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. വേർഡിനെസ് refers to imperfection caused by the use of more words than the meaning demands. Wordness means the imperfection caused by the use of more words than the meaning demands. അർത്ഥത്തിന് ആവശ്യമില്ലാത്ത അനാവശ്യമായ കുറേ വാക്കുകൾ കുത്തി നിറച്ചെഴുതുന്നതിന് നമ്മൾ എന്ത് പറയാം? വേർഡിനെസ് എന്ന് പറയാം. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിക്കുക. അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങളുടെ റിവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? റിവ്യൂ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക.